ഏറ്റുമാനൂർ നഗരസഭ 32-ാം വാർഡിൽ മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരരംഗത്ത് സജീവമായി. LDF സ്ഥാനാർത്ഥിയായ KV പുരുഷനും UDF സ്ഥാനാർത്ഥിയായി വിഷ്ണു ചെമ്മണ്ടവള്ളിയും NDA സ്ഥാനാർത്ഥിയായി വേണുഗോപാലൻ നായരും മത്സരിക്കുമ്പോൾ സ്വതന്ത്രനായ അഡ്വക്കേറ്റ് രാജീവും പ്രചരണം ശക്തമാക്കി. ബിരുദവും ബിരുദാനന്തര ബിരുദവും റാങ്കും കരസ്ഥമാക്കി മികവ് തെളിയിച്ചയാളാണ് അഡ്വക്കേറ്റ് P. രാജീവ്. ഏറ്റുമാനൂർ നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നഗരസഭയിൽ വികസന മുരടിപ്പും ഒരു സംഭരണത്തിൻ്റെ അഭാവവും മുനിസിപ്പാലിറ്റിയിലുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നല്ല കാഴ്ചപ്പാടും വിഷൻ, അതുപോലെ ആ വിഷൻ നടപ്പിലാക്കുന്നതിനുള്ള മിഷൻ, അതോടൊപ്പം ഇച്ഛാശക്തിയും ആവശ്യമാണ്. പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് ഭരണം നടത്തുന്നതിനും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുമൊക്കെ ഉള്ള കാര്യപ്രാപ്തി നഗരസഭ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ പലരും അത്തരം കാര്യങ്ങളിൽ അച്ഛനാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ അറിവ് നേടുന്നതിനോ അതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ ഒന്നും പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കേവലം ഒരു വഴിപാട് പോലെ അവരുടെ കാലാവധി പൂർത്തിയാക്കി വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജയിക്കുകയും അല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഏറ്റുമാനൂർ നഗരസഭയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ഒരു ജനപ്രതിനിധികൾ നല്ല കാഴ്ചപ്പാടുള്ളവരും ആ കാഴ്ചപ്പാടനുസരിച്ച് നഗരസഭയുടെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിന്, നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ശ്രമിക്കണം. അതിന് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം, ആത്മാർത്ഥതയുള്ളവരെ തിരഞ്ഞെടുക്കണം, അഴിമതി ഇല്ലാത്തവരെ തിരഞ്ഞെടുക്കണം, സത്യസന്ധരായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വോട്ടർമാരോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഇദ്ദേഹം സ്വതന്ത്രനായാണ് കസേര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം, ഏറ്റുമാനൂർ SMS പബ്ലിക് ലൈബ്രറി സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നു.